ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്ത് ദേവികയോട് പറഞ്ഞ കാര്യം കേട്ട് ദേവിക അങ്ങ് അതിശയിച്ചു പോവാണ്. സിദ്ധുവിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണെന്നുള്ളതും പ്രേമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചന്ദ്രലേഖയെ കാണാനില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ദേവിക അങ്ങ് ഷോക്കാവാണ്. അങ്ങനെ ഇത് കേട്ട പാർവതിയും മുത്തശ്ശിയും ശരത്തും കൂടി ദേവികയെ കുറ്റപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ്, ദേവികേടത്തി തന്നെയാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ കാരണമാണ് ചന്ദ്രലേഖയുടെ വീട്ടിൽ പ്രശ്നമുണ്ടായത്. ചന്ദ്രലേഖ ഇതിനെ ചൊല്ലിയാണ് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ചന്ദ്രലേഖയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ അതോ ചന്ദ്രലേഖ തന്നെ എവിടേക്കെങ്കിലും പോയതാണോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, നീ കാരണമാണ് വല്ല പ്രശ്നവും ഉണ്ടായത് എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിന്നോട് ഇങ്ങനെയല്ല പെരുമാറുക എന്നൊക്കെ ദേഷ്യത്തിലാണ് പാർവതി പറയുന്നത്. അങ്ങനെ ദേവിക പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദേവിക പറയുന്നുണ്ട്, ഞാൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിക പോകുന്നത്. അങ്ങനെ ദേവിക ഇരുന്ന് കരയുന്ന സമയത്താണ് നിത്യ അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ നിത്യ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്, ഏട്ടത്തി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ സിദ്ധുവേട്ടൻ്റെ ജീവിതമാണ് ഇപ്പോൾ തകർന്നത്. എനിക്കിതൊക്കെ കേട്ടിട്ട് തോന്നുന്നത് ഇത് ചന്ദ്രലേഖയുടെ ഒരു നാടകം തന്നെയാണ്. അവരെവിടെയെങ്കിലും മാറിയിരിക്കുന്നുണ്ടാവും, എന്നിട്ട് ആസ്വദിക്കുന്നുണ്ടാവും. സിദ്ധുവേട്ടൻ്റെ ജീവിതം തകർക്കണം എന്നല്ലേ അവർ വെല്ലുവിളിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു നാടകം തന്നെ ആയിരിക്കും. അപ്പോൾ ദേവിക പറയണേ, എന്ത് തന്നെയാണെങ്കിലും ശരി, പ്രേമിച്ചയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, എന്നെ സിദ്ധുവിൻ്റെ അച്ഛന് സുഖമില്ലാതെ ആ ഹോസ്പിറ്റലുമായില്ലേ എന്ന് പറയുമ്പോൾ അത് രണ്ടും വേണ്ടായിരുന്നു, അത് രണ്ടും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയണം. അല്ല എന്നാൽ ഞാനൊന്ന് അവിടെ പോയി കണ്ടാലോ എന്ന് പറയുമ്പോൾ നിത്യ പറയണ, അത് ഏറ്റവും നല്ലത് തന്നെയാണ്. ആ വീട്ടിലെ 2 സ്ത്രീകളും ഇപ്പോൾ അവിടെയില്ല. അപ്പോൾ ഏട്ടത്തി അവിടെ ചെല്ലുന്നത് എന്തുകൊണ്ടും സിദ്ധുവേട്ടന് അതൊരു ആശ്വാസം തന്നെ ആയിരിക്കും. ഏട്ടത്തി പോയിക്കോ എന്ന് പറയാട്ടോ. അങ്ങനെ ദേവിക പോവാൻ ഒരുങ്ങുമ്പോഴാണ് പാർവതിയും മുത്തശ്ശിയും തടയുന്നത്. നീ എന്തിനാ ഇപ്പോൾ അവിടേക്ക് പോവാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ ഹോസ്പിറ്റലിൽ ഒരാളായി എന്നറിഞ്ഞാൽ പൊയ്ക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ ഇനിയിപ്പോൾ അവിടെ പോയതിൻ്റെ പേരിൽ അടുത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ, ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ എന്തായാലും പോയി ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവിക പോവാണ്. പക്ഷേ മുത്തശ്ശിക്കും പാർവതിക്കും അതൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശിയും പാർവതി പോവണ്ട എന്ന് പറഞ്ഞിട്ട് ദേവിക പോകുന്ന ആ ഒരു ദേഷ്യം ഇനി അവരുടെ മനസ്സിലുണ്ട്. ദേവിക വന്നാൽ തിരിച്ചു വന്നാൽ ശരത്തിൻ്റെ എരിപിരി കൂടി കേട്ടാൽ ഇനിയിപ്പോൾ ദേവികയെ ആ പടിയിറക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് മുത്തശ്ശിയും പാർവതിയും ശരത്തും നിൽക്കുന്നത്. അപ്പോൾ നിത്യയോട് ദേവിക പറയുന്നുണ്ട്, ചന്ദ്രലേഖ മറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവൾ അറിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തത് അതിൻ്റെ പേരിലാവും പ്രശ്നമുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ നിത്യ പറയാണ്, അതിൻ്റെ പേരിലെങ്കിലും അവർ പുറത്തു വരികയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അതുകൊണ്ട് ദേവികേടത്തി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് നിത്യയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് ദേവിക പോകുന്നത്. ആ സമയത്ത് മനോഹരൻ്റെ ഫോണിലേക്ക് ദേവിക ഒന്ന് വിളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ അച്ഛനോടൊന്ന് പറയാം, അച്ഛനോട് പറഞ്ഞാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് മനോഹരൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ മനോഹരന് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നിത്യ പറയണ, അച്ഛൻ എന്തെങ്കിലും എവിടെയെങ്കിലും തിരക്കിലാവും, അതുകൊണ്ടായിരിക്കും, ദേവികേടത്തി പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് നിത്യ പറഞ്ഞതുപോലെ ദേവിക പോകുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ ശേഷം സിദ്ധു ആണെങ്കിലോ വിഷമിച്ചിരിക്കുമ്പോൾ ദേവികയെ കാണുമ്പോൾ സിദ്ധുവിന് ഒരുപാട് ആശ്വാസമാവാണ്. അപ്പോൾ സിദ്ധു ദേവികയോട് പറയണ, അവൾ ഞങ്ങളുടെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൾ എവിടെ മറിഞ്ഞിരിക്കുക തന്നെയാണ്, അവളും റൂബിയും കൂടി നടത്തുന്ന നാടകം തന്നെയാണ് എന്നുള്ള കാര്യമൊക്കെ ദേവികയോട് സിദ്ധു പറയുമ്പോൾ ദേവിക പറയണ, എന്തായാലും പ്രേമേച്ചിയെ എത്രയും പെട്ടെന്ന് എന്ത് വില കൊടുത്തും പ്രേമേച്ചിയെ പുറത്തിറക്കണം, സിദ്ധു അവിടേക്ക് പോയിക്കോ, ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം അച്ഛൻ്റെ കാര്യങ്ങൾ എന്ന് പറയട്ടോ. അപ്പോൾ സിദ്ധു പറയണേ, എനിക്ക് ഒരിക്കലും ചന്ദ്രയെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല, ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ട്, രജിസ്റ്ററിൽ ഒപ്പിട്ടുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ ഞാനും അവളും ഭാര്യയും ഭർത്താവുമായിരിക്കും, പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഒത്തുപോവില്ല, അത് ഞങ്ങൾക്ക് 2 പേർക്കും കഴിയില്ല, അവൾ എന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വിവാഹം ചെയ്തത് തന്നെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവളെ ഒരു ഭാര്യയായിട്ട് എനിക്ക് അംഗീകരിക്കാനും കഴിയില്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതൊരിക്കലും ചന്ദ്രയ്ക്ക് കഴിയില്ല, പക്ഷേ ചന്ദ്രയ്ക്ക് ഇനി കഴിഞ്ഞാൽ തന്നെ എനിക്ക് അവളുമായിട്ടൊരു ജീവിതം, ഒരു കുടുംബ ജീവിതം ഉണ്ടാവില്ല. ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് ദേവികയോട് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ദേവിക പറയണ, എല്ലാം ശരിയാവും സിദ്ധു ഒന്ന് ആശ്വസിക്കുക, എത്രയും പെട്ടെന്ന് പ്രേമേച്ചയെ പുറത്തിറക്കാനുള്ള വഴി നോക്ക് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ, അത്
ദേവിക പറഞ്ഞല്ലോ എല്ലാം ശരിയാവുമെന്ന്. ആ ശരിയാവുന്ന ഒരു ദിവസം വരെ ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു പോകുന്നത്. ഈ സമയം പ്രേമയെ റൂബി വല്ലാതെ ഉപദ്രവിക്കുകയാണ്. എവിടെയാണ് ചന്ദ്രലേഖയെ നിങ്ങൾ ഒളിപ്പിച്ചത്? എന്താണ് ചന്ദ്രയ്ക്ക് പറ്റിയത്? അവൾ മരിച്ചോ? അതോ നിങ്ങൾ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാറി മാറി ചോദിക്കുമ്പോൾ റൂബിയോട് പറയാണ് പ്രേമ കരഞ്ഞുകൊണ്ട്, ഇല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി നടത്തുന്ന നാടകമാണെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് റൂബിയെ സംശയത്തോടു കൂടി ആ പോലീസുകാരൻ്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ പോലീസുകാരൻ തന്നെ അതിശയിക്കുകയാണ് കേട്ടോ. അത് കേട്ടതോടുകൂടി റൂബി പറയണേ, എന്നെ പ്രതിയാക്കുന്നോടി എന്നും പറഞ്ഞുകൊണ്ട് പ്രേമയുടെ കരണം നോക്കി അടിക്കുകയും പ്രേമയെ വല്ലാതെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ പ്രേമ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല സാറേ, എനിക്കറിയില്ല ചന്ദ്ര എവിടെയാണുള്ളത് എന്ന് എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ റൂബി പറയണേ, നീയാണോ ആദ്യം അവളെ അടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രേമ പറയണേ, ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിൻ്റെ അനിയൻ ആ വക്കീലാണോ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സിദ്ധുവും അടിച്ചിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ ഇല്ലേന്ന് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രേമയെ സെല്ലിനകത്ത് ഇടുകയാണ്. അപ്പോൾ റൂബിയുടെ ഈ പ്രകടനമെല്ലാം തന്നെ പോലീസ് കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്. അവിടേക്കാണ് ഇനി സിദ്ധുവും രംഗനും കൂടി വരുന്നത്. അപ്പോൾ റൂബി പറയാണ്, ആ വക്കീലെ, ഗാർഹിക പീഡന നിരോധനം അനുസരിച്ച് പ്രതി ചേർക്കപ്പെട്ട ആളെ ജാമ്യത്തിലെടുക്കാനാണോ ഇപ്പോൾ വന്നിരിക്കുന്നത്? അത് കേട്ടപ്പോൾ സിദ്ധു പറയണേ, ഗാർഹിക പീഡന നിരോധന നിയമമോ? അതിന് അടിസ്ഥാനമാണുള്ളത്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തന്നു എന്ന് കരുതിയിട്ട് നിയമമെടുക്കാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞപ്പോൾ റൂബി ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. പരാതി വ്യാജമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ എൻ്റെ ചേച്ചിയെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റൂബി പറയണ, അതൊന്നും നിങ്ങളോട് വിശദീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും പോലീസുകാരനും അവിടേക്ക് വരികയാണ്. അല്ല, വക്കീലിന് ഇപ്പോൾ എന്താ അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചേച്ചിയെ തിരിച്ചു കൊണ്ടുപോകണം, അതിനുള്ള മെയിൽ ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് വായിച്ചു നോക്കുന്ന പോലീസ് അതിന് പറ്റില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ പ്രേമയെ വിട്ടയക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സിദ്ധു കുറച്ച് മോശമായി പോലീസിനോട് സംസാരിക്കുമ്പോൾ പോലീസുകാരൻ സിദ്ധുവിനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ്. അപ്പോൾ സിദ്ധു ആ കൈ അങ്ങ് തടയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നെ അടിക്കാനുള്ള ഒരു അവകാശവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രംഗനും സിദ്ധുവും കൂടി പ്രേമയുടെ അടുത്തേക്ക് സെല്ലിനടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ പ്രേമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവരെല്ലാവരും കൂടി നടത്തുന്ന നാടകമാണ് ഇത്, റൂബിയും ചന്ദ്രയും കൂടി ഒത്തുകളിച്ച് നടത്തുന്ന നാടകമാണ് എന്നൊക്കെ പറയുമ്പോൾ സിദ്ധു പറയണ, ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ചേച്ചിയെ എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറക്കും. അവരിപ്പോൾ ജാമ്യത്തിൽ വിടുന്നില്ലെങ്കിലും കോടതിയിൽ വെച്ച് ഞാൻ ചേച്ചിയുടെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞ് സിദ്ധു പ്രേമയെ ആശ്വസിപ്പിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ സമയം ഹോസ്പിറ്റലിൽ ദേവികയാണ് സിദ്ധുവിൻ്റെ അച്ഛന് കൂട്ടായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ സിദ്ധുവിൻ്റെ അച്ഛൻ ദേവികയുമായിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ മോളെ എന്നൊക്കെ പറഞ്ഞ് സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല, സിദ്ധു മനസ്സുകൊണ്ട് പോലും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കുറ്റബോധം ദേവികയുടെ മനസ്സിൽ വരുന്നുണ്ട്. സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ആ സമയത്ത് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ അവിടെ വെച്ച് കേട്ടത്. ഞാൻ സുധിയേട്ടന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് പോലും. അപ്പോൾ എൻ്റെ സുധിയേട്ടനെ കൊല്ലാൻ കൂട്ടുനിന്നവർ എന്ന് കേട്ടപ്പോൾ എനിക്ക് പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ദേവിക വിഷമത്തോടു കൂടി പറയട്ടെ. അപ്പോഴത്തേക്കും നിരഞ്ജനും അക്ഷരയും കൂടി ഇനി അവിടേക്ക് വരുന്നുണ്ട്. ദേവിക സിദ്ധുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിരഞ്ജനും അക്ഷരയും വരുന്നത്. അപ്പോൾ ജയശങ്കർ പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ അവിടേക്ക് പോവണ്ട, അവിടെ വെച്ച് ഒരു പ്രശ്നമുണ്ടാവും. അത് നിരഞ്ജൻ, നിനക്ക് തന്നെയാണ് നാണക്കേട്. ഹോസ്പിറ്റലിൽ വെച്ച് 4 ആളുടെ ഇടയിൽ വെച്ച് മോശമായി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അത് നിനക്ക് തന്നെയാണ് നാണക്കേട്, നീ അവിടേക്ക് പോവേണ്ടതില്ല എന്ന് പറയുമ്പോൾ നിരഞ്ജനും അക്ഷരയും പറയണം, അതൊന്നും ഒരു കുഴപ്പവുമില്ല, എനിക്കിപ്പോൾ അവിടേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ഷരയും നിരഞ്ജനും ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അങ്ങനെ ദേവിക സിദ്ധുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ അക്ഷര ദേവിക എന്ന് പറഞ്ഞ് വിളിച്ചതോടുകൂടി ദേവിക അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾ എന്നോട് മിണ്ടിപ്പോവരുത്, നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്ന് പറയട്ടെ. അപ്പോൾ അക്ഷരയും നിരഞ്ജനും ദേവികയോട് കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുമ്പോഴും ദേവിക അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവരോട് ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. അങ്ങനെ സിദ്ധുവിൻ്റെ അച്ഛനോട് അക്ഷരയും നിരഞ്ജനും സംസാരിക്കുകയാണ്. ഇത് റൂബി നടത്തുന്ന ഒരു കളി തന്നെയായിരിക്കും, റൂബിയും ചന്ദ്രയും കൂടി ഒത്തു കളിക്കുന്നതായിരിക്കും, പ്രേമയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് നിരഞ്ജനോടും അക്ഷരയോടും പറഞ്ഞു കൊടുക്കണം.